ചെയ്തിട്ടുണ്ടായി. ദേശാഭിമാനി 5-ാം തീയതി വാർത്ത വിട്ടു. നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. എവിടെ നിന്നാണ് ദേശാഭിമാനിയുടെ സോഴ്സ്? ദേശാഭിമാനിയുടെ സോഴ്സ് ഗവൺമെൻറ്റാണ്. അപ്പോൾ 5-ാം തീയതി ജൂൺ 5-ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് അപ്പോൾ മുഖ്യമന്ത്രി ദേശാഭിമാനി മാത്രമേ വായിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് അതിന് മുൻപ് ജൂൺ 3-ന് വന്ന മാതൃഭൂമി പത്രമാണ്. ജൂൺ 3-ാം തീയതി വന്ന മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ, ഈ വാർത്ത ജൂൺ 3-ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിന് മുൻപ് അതിൻ്റെയും സോഴ്സ് അപ്പോൾ ഗവൺമെൻറ്റാണോ അതിൻ്റെ സോഴ്സ്? അന്നത്തെ ഗവൺമെൻറ്. അതിന് മുൻപ് ജൂൺ 1-ന് തന്നെ ET എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്രയിൽ ജൂൺ 1-ന് തന്നെ ഈ വാർത്ത വളരെ വിശദമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ അടിസ്ഥാനരഹിതമായ കാര്യം കഴിഞ്ഞ ഗവൺമെൻറ് എന്തോ ചെയ്തു വെച്ചു, അത് ദേശാഭിമാനിയിൽ മാത്രം വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും നിങ്ങളുടെ വെല്ലുവിളിക്കുന്നതൊക്കെ നിങ്ങൾ കാണുകയുണ്ടായല്ലോ, മറ്റാർക്കും കിട്ടിയില്ലല്ലോ. അപ്പോൾ നിങ്ങളാരും സ്വാഭാവികമായിട്ട് പെട്ടെന്ന് നോക്കുന്നത് ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങൾ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാ പത്രങ്ങളിലും നേരത്തെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? 2, ഓഹരി കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ കൺസെഷൻ കരാറിനകത്തുണ്ടല്ലോ, കരാറിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഓഹരി കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുന്നതിനെ സംബന്ധിച്ചല്ലല്ലോ തർക്കം. ഓഹരി കൈമാറ്റത്തിൻ്റെ കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് പ്രയർ പെർമിഷൻ എന്നാണ് 5.3 പറയുന്നത്. പ്രയർ പെർമിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വായിക്കുന്ന ആളാണല്ലോ, മുൻകൂട്ടി അനുമതി വേണമെന്നാണ് അതിൻ്റെ ലളിതമായ മലയാളം. അപ്പോൾ മുൻകൂട്ടി അനുമതി ഉണ്ടോ? അപ്പോൾ അദ്ദേഹം അവർ കൊടുക്കാൻ ആലോചിക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളെ വരുന്നുള്ളൂ. എന്നാൽ ഇതിൽ പറയുന്നു ദ ഡേറ്റ് ഓൺ വിച്ച് ദ എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഹാസ് ബീൻ എൻറ്റേഡ് ഇൻ ടു ജൂൺ 29, 2026. ഇത് അദാനി സെബിക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ജൂൺ 29, 2026 ഡേറ്റ് ഓൺ വിച്ച് ദ എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഹാസ് ബീൻ എൻറ്റേഡ് ഇൻ ടു. അപ്പോൾ 29-ന് ഒപ്പുവെച്ചു എഗ്രിമെൻറ്റിൽ, 30-നാണ് ഇത് സെബിക്ക് കൊടുക്കുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ട് നിയമാനുസൃതമായിട്ടുള്ള അനുമതി വേണമെന്ന് അവർ സൂചിപ്പിക്കേണ്ടി വരും. പക്ഷേ പ്രയർ പെർമിഷൻ ഉണ്ടോ? ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പ്രയർ പെർമിഷനിൽ വരാത്തതാണ് പ്രശ്നം. അല്ലാതെ കരാറിൽ ഇവർക്ക് കൊടുക്കാതിരിക്കാൻ വ്യവസ്ഥയുണ്ടോ, കരാർ കൈമാറ്റം ചെയ്യാതിരിക്കാൻ പാടോ? ഇതെല്ലാം നിലവിൽ കേരളത്തിനകത്തുള്ള കരാറിൽ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് UDF കാലത്തുണ്ടാക്കിയ കരാറുള്ള വ്യവസ്ഥ തന്നെയാണ്.